അതിനിടയിൽ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നത് PC ജോർജിനെ ഇന്ന് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. PC ജോർജിന്റെ വീട്ടിൽ ഇപ്പോൾ പോലീസ് സംഘം എത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വിവരമായി പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്. വിദ്വേഷ സംസാരത്തിൽ ചാനൽ ചർച്ചയ്ക്കിടയിലെ വിദ്വേഷ പരാമർശത്തിൽ PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലം കൂടി ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ PC ജോർജിനോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ PC ജോർജ് ഹാജരായിരുന്നില്ല. PC ജോർജ് അറസ്റ്റ് വരിക്കുമോ, PC ജോർജ് കീഴടങ്ങുമോ, അല്ലെങ്കിൽ PC ജോർജ് പോലീസ് സ്റ്റേഷനിൽ എത്തുമോ, ഈ നോട്ടീസ് പ്രകാരം എത്തുമോ എന്നതിലൊക്കെയാണ് കൂടുതൽ വ്യക്തത കൈവരേണ്ടത്. പോലീസ് സംഘം ഇപ്പോൾ എന്തായാലും PC ജോർജിന്റെ വസതിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ആണ്, തത്സമയ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. പോലീസ് സംഘം വീട്ടുകാരുമായി സംസാരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പോലീസ് ഉദ്യോഗസ്ഥൻ ആണ്. അദ്ദേഹത്തിന് ഔദ്യോഗികമായ പ്രതികരണങ്ങൾക്ക് ചില പരിമിതികൾ കൂടിയുണ്ട്. PC ജോർജിന്റെ വസതിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ കാണുന്നത്. ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, PC ജോർജിന്റെ അറസ്റ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. പക്ഷേ PC ജോർജിന് വേണമെങ്കിൽ മേൽക്കോടതിയെ അടക്കം സമീപിക്കാവുന്നതുമാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? അഭിലാഷ് ഉണ്ടാകും, അതിൽ യാതൊരു തർക്കവുമില്ല. അതിൽ മറ്റൊരു സാധ്യതയും നിലവിലില്ല തന്നെ നമുക്ക് തീർത്തും പറയാം. PC ജോർജ് എന്തായാലും 9:30 വീട്ടിലേക്ക് എത്തുമെന്നുള്ളതാണ് സൂചനകൾ. അതിനുശേഷം BJP നേതാക്കം തന്നെ നിരവധി പേർ അവിടെ എത്തിയിട്ടുണ്ട്. BJPയുടെ മുഴുവൻ നേതാക്കളും PC ജോർജിനൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു സാധ്യത ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകാനുള്ള സാധ്യതയുണ്ട്. അതായത് പോലീസിന്റെ ഭാഗം ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത് ഇനി പോകുന്ന വഴി PC ജോർജ് ഉണ്ട് എങ്കിൽ അവിടെ ആരെയോ സൂചിപ്പിക്കാൻ വേണ്ടി, ആർക്കൊക്കെയോ വേണ്ടി വിടുപണി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. ആരെയാണോ സൂചിപ്പിക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണോ ഈ അറസ്റ്റ് നാടകം ഉണ്ടാക്കിയത്, ആരെയാണോ സുഖിപ്പിക്കേണ്ടത്, ആ സുഖിപ്പിക്കേണ്ടതിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ ഒരു നാടകം വന്നു എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. അല്ല, ഇവിടെ ഈ ജനാധിപത്യ രാജ്യത്തിൽ ഞങ്ങൾ പ്രകടനം നടത്തണം, ഞങ്ങൾ എവിടെ എന്ത് ചെയ്യണം, ഏത് രീതി പ്രതികരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ നാട്ടിലുള്ള പാർട്ടി തന്നെയാണ്. അത് ഞങ്ങൾ തീരുമാനിക്കും. അതല്ല പ്രശ്നം. എങ്ങനെയാണിത് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് തീരുമാനിക്കേണ്ടത് പോലീസല്ല. പോലീസിന്റെ പണി ചെയ്യട്ടെ. പോലീസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു തിരക്കഥ ഉണ്ടാക്കുകയാണ്. അതൊരു വിഷയം ഉണ്ടാക്കി വലിയൊരു പ്രശ്നമാക്കി മാറ്റാൻ വേണ്ടി പോലീസ് നടത്തുന്ന ഒരു, അല്ലെങ്കിൽ അതിന്റെ പോലീസിനെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല, പക്ഷേ ഇതിന്റെ മേലാളന്മാർ മുകളിൽ നിന്ന് രാഷ്ട്രീയമായി നടത്തുന്ന ഒരു വലിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ് ഇപ്പൊ നടന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അവിടെ ഹാജരാകാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അദ്ദേഹം അതിന്റെ കാര്യങ്ങൾ പാർട്ടിയുടെ ആളുകൾ ആലോചിച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്യും, അവിടെ ചെല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായിട്ടാണ് എനിക്കിന്നിപ്പോ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അല്ല, പ്രകടനം നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ പോലീസിനോടോ അല്ലെങ്കിൽ നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. പ്രകടനം നടത്തിയാൽ പ്രകടനം തടയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, പ്രകടനം നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ തീരുമാനിച്ചിട്ടില്ലല്ലോ. ഞങ്ങളതേപ്പറ്റി തീരുമാനം എടുത്തിട്ടില്ല. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ഹരിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. BJP നേതാവ്, അതായത് ഇതൊരു നാടകം തന്നെയാണ്. ആർക്കു വേണ്ടിയാണോ, ആരെ തൃപ്തിപ്പെടുത്താനാണോ അവർക്ക് വേണ്ടി മാത്രമാണ് ഈ നടപടി എന്നാണ്. പക്ഷേ ശ്രീജിത്ത്, ഇതിപ്പോൾ കോടതി മുൻകൂർ ജാമ്യം തള്ളിയൊരു പശ്ചാത്തലമുണ്ട്. പോലീസിന് ഇതല്ലേ സാധിക്കൂ? തീർച്ചയായും പോലീസ് അറസ്റ്റിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനപ്പുറത്തേക്ക് മറ്റൊരു സാധ്യതയും പോലീസിന് മുന്നിലില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പോലീസ് ാണ് നിയമപ്രകാരം നോട്ടീസ് നൽകുകയും PC ജോർജിനെ വിളിച്ചു വരുത്താൻ തീരുമാനിക്കുകയും നേരത്തെ ചെയ്തത്. അതുകൊണ്ട് തന്നെ വിളിച്ചു വരുത്തുക, തുടർന്ന് അറസ്റ്റിലേക്ക് കടക്കുക, അതാണ് ഇന്നുണ്ടാകാൻ പോകുന്ന നടപടിക്രമം. അതിനപ്പുറത്തേക്ക് സാധ്യതയില്ല. പ്രത്യേകിച്ച് ഈ അതായത് ഈ സുപ്രീം കോടതി സമീപിക്കുക എന്നൊക്കെയുള്ളത് പലരും അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിൽ സാധ്യതയില്ല എന്നുള്ളതിന്റെ തെളിവാണ് നേരിട്ട് ഹാജരാകാമെന്ന് തന്നെ PC ജോർജ് പറയുന്നത്. അല്ലെ, സുപ്രീം കോടതിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോയ ശേഷമേ ഹാജരാകാമെന്ന് അറിയിക്കേണ്ട സാഹചര്യമുള്ളൂ, ബാധ്യതയുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് നേരിട്ട് ഷോണിന്റെ പ്രതികരണം വരുമ്പോൾ പാർട്ടിയുടെ പ്രതികരണം പാർട്ടി പറഞ്ഞല്ലോ എന്നുള്ളതാണ്. അതിനപ്പുറത്തൊരു പ്രതികരണത്തിലേക്ക് ഷോൺ പോകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വളരെ കൃത്യമായി ഈ വിഷയത്തെ BJP ആ നിലയിൽ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു അല്ലേ ശ്രീജിത്ത്? തീർച്ചയായും
ഇന്ന് പൂർണ്ണമായും ഇത് പാർട്ടിക്ക് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് എടുത്ത് കാണേണ്ടത്. കാരണം ചില വാർത്തകൾ വന്നിരുന്നത് പാർട്ടി പൂർണ്ണമായും പി സി ജോർജിനെ കൈവിട്ടു എന്നൊക്കെയുള്ളതായിരുന്നു. അത്തരം വാർത്തകളെ കൂടി പൂർണ്ണമായും തള്ളുന്ന നിലയിലാണ്. ഇനി പി സി ജോർജ് കേവലം ഒരു പാർട്ടി നേതാവാണ്, അല്ലാതെ കേവലം ഒരു വ്യക്തി മാത്രമല്ല എന്ന് ഫലത്തിൽ കാട്ടുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബി.ജെ.പിയുടെ ജില്ലയിലെ ഏതാണ്ട് എല്ലാ ശ്രീജിത്ത് ഒരു സംശയം കൂടിയുള്ളത്, അതായത് ഈ നോട്ടീസ് നൽകിയത് പോലീസ് സ്റ്റേഷനിൽ എത്താനാണല്ലോ, ആവശ്യപ്പെട്ട സമയത്ത് എത്താൻ സാധിക്കുന്നില്ല. അത് സ്വാഭാവികമായും ഈ നോട്ടീസ് ലഭിച്ചാൽ അങ്ങനെയുള്ള സ്വാതന്ത്ര്യം കൂടി പി സി ജോർജിനുണ്ട്. പറയുന്ന സമയത്ത് കൃത്യമായി ഹാജരാകണം എന്നതൊന്നുമില്ല. ഇന്നിപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാമെന്ന് തന്നെയാണോ പി സി ജോർജ് അറിയിച്ചിട്ടുള്ളത്? അങ്ങനെയെങ്കിൽ എന്തിനായിരിക്കാം ഈ രാവിലെ പോലീസ് പി സി ജോർജിന്റെ വസതിയിലേക്ക് എത്തുന്നത്? അവിടെ എത്തും എന്ന് പി സി ജോർജ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പോലീസ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നോട്ടീസ് കൈപ്പറ്റിയ ശേഷം എന്ത് നടപടിയിലേക്കും കടക്കാം എന്നുള്ളതാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. പി സി ജോർജ് ഇന്ന് ഹാജരാകാമെന്ന് മറുപടി നൽകിയതോടെ പി സി ജോർജിന്റെ കൈവശത്തെ ഈ നോട്ടീസ് എത്തിയിരിക്കുന്നു എന്ന് ഉറപ്പിക്കാവുന്ന സാഹചര്യമാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയോ നടപടി ഇനി തടസ്സമില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ എത്തുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇവിടേക്ക് വഴിയും ഒരുപക്ഷെ കസ്റ്റഡിയിൽ എടുക്കാൻ ലഭിച്ചാൽ കസ്റ്റഡിയിൽ തന്നെയാണ് പോലീസ് പറയുന്നത്. തീർച്ചയായും നേരത്തെ പി സി ജോർജിനെ ഇത്തരത്തിൽ തന്നെ വീട്ടിൽ എത്തി പോലീസ് അറസ്റ്റ് ചെയ്തത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. അന്ന് മാധ്യമങ്ങളടക്കം മണിക്കൂറുകളോളം ആ വാർത്ത നൽകിയ പശ്ചാത്തലം, അന്ന് പോലീസ് പി സി ജോർജിന്റെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനെ എന്തിനാണ് ഈ തരത്തിൽ പോലീസ് കൈകാര്യം ചെയ്യുന്നത് എന്നത് അന്ന് വിമർശനത്തിന് വഴിയൊരുക്കിയ ഒരു സാഹചര്യം ആണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഷോൺ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആയിരുന്നു സ്റ്റേഷനിൽ ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയത്. പക്ഷേ അദ്ദേഹത്തിന് ഹാജരാകാൻ സാധിക്കില്ല എന്ന് അറിയിക്കുന്നു. ഇന്ന് ഹാജരാകാമെന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട് പി സി ജോർജ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനിടെയാണ് പോലീസ് സംഘം പി സി ജോർജിന്റെ വസതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. പി സി ജോർജിനെ വസതിയിലെത്തി അറസ്റ്റ് ചെയ്യുക എന്നത് സാധ്യമാണോ എന്നുള്ളതാണ്. കാരണം പി സി ജോർജ് ഇപ്പോൾ വസതിയിലില്ല എങ്കിൽ പിന്നെ അങ്ങനെ ഒരു അറസ്റ്റിന് സാധ്യതയില്ല. പി സി ജോർജ് നേരിട്ട് സ്റ്റേഷനിലേക്ക് എത്തും എന്നുള്ളതാണ് വിവരം എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിനിടയിലാണ് പി സി ജോർജിന്റെ വസതിയിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. ഇപ്പോഴും പി സി ജോർജിന്റെ മകൻ ഷോൺ പോലീസുമായി ആശയവിനിമയം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് കാണാൻ സാധിക്കുന്നത്. സാങ്കേതികമായ നടപടിക്രമങ്ങളെ സംബന്ധിച്ചായിരിക്കണം സംസാരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ മേൽക്കോടതിയടക്കം സമീപിക്കാൻ ഇപ്പോൾ പി സി ജോർജ് തയ്യാറായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ അങ്ങനെ ഹർജിയുമായി ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കേണ്ടതാണ്. ഹാജരാകും എന്ന് പി സി ജോർജ് അറിയിക്കേണ്ടതില്ല.